ഫ്രണ്ട്സ്, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോയിലിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഷോ ലൈറ്റ് കൂടി നമ്മൾ, അതായത് ഷോ ലൈറ്റ് അല്ല, ഇതിൻ്റെ കൈവരി കൂടി നമ്മൾ ലൈറ്റ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റിംഗ് ആക്കിയിട്ടുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഭാഗത്ത് കൂടി നമ്മൾ ലൈറ്റ് കൊടുത്തതിന് നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരു പുല്ല് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഗാർഡനാണ്. ഈ ഗാർഡനിലേക്ക് നമുക്കൊരു വെളിച്ചം, ഇപ്പോൾ ഇവിടെ നല്ല വെളിച്ചം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചത്തിലേക്ക് നമ്മൾ ഡബിൾ സൈഡ് ലൈറ്റും അതേപോലെ ഫ്രണ്ടിലേക്ക് ഒരു ലൈറ്റും വരുന്നുണ്ട്. അതായത് ഫ്രണ്ടിലേക്കുള്ള വെളിച്ചവും കിട്ടും, അതിലേക്ക് ഹൈലൈറ്റ് ഈ ഷോ ലൈറ്റും പോലെ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സൈഡിൽ 3ഉം ഒരു സൈഡിൽ 4 ലൈറ്റുമാണ് സെറ്റിംഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വരുന്ന ലൈറ്റിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടുന്ന് വരുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഈ ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ഈ ലൈറ്റ് ഇവിടെ കർവ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നീട് പ്ലാൻ ഞാൻ മാറ്റി ഈ ലൈറ്റ് തന്നെ ഇവിടെ കർവ് ചെയ്ത് കൊടുത്തു. കാരണം ഇതിന് ഭംഗി വേറെയാണ്. കാരണം ആ ലൈറ്റിനെക്കാട്ടിലും ഭംഗി ഇതിനാണ് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യുക. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് കൊടുക്കാൻ കാരണം ഇൻ്റർലോക്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ആ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പുല്ലിലേക്ക് വരുന്ന ഇതാണ്. അപ്പോൾ പുല്ലിലേക്കും ഈ ചെടിയിലേക്കൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഇവിടെ ഫോക്കസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ലൈറ്റ് 2 എൻട്രൻസിൽ അവിടെ 4 ലൈറ്റാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഗാർഡൻ ഏരിയയിലും നമ്മൾ 4 ലൈറ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം ജസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.